ഹായ് എവ്രിവൺ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്വാറ്റിക് അനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കില് അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിലെ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ പ്രോബയോട്ടിക്സ് ഇൻ അക്വാകൾച്ചർ എന്താണ് പ്രോബയോട്ടിക്സ്? എല്ലാവരും കേട്ടിട്ടുള്ള വേർഡ് ആയിരിക്കും അല്ലേ പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ലൈവ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ലൈവ് മൈക്രോ ഓർഗാനിസം വിച്ച് അഡ്മിനിസ്റ്റേർഡ് ഇൻ അഡിക്വേറ്റ് എമൗണ്ട് confer health benefit to the host by improving microbial balance, immunity and environmental quality. അതായത് ഇവര് മൈക്രോ ഓർഗാനിസംസ് ആണ്. അതായത് ഇപ്പോൾ ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ ഫംഗസ് ആകാം, അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. അത് ഒരു നിശ്ചിത എമൗണ്ടിന് നമ്മൾ നമ്മുടെ ഹോസ്റ്റിന്, അതായത് നമ്മൾ കൾച്ചർ ചെയ്യുന്ന ഫിഷ് ആവട്ടെ ഷ്രിമ്പ് ആവട്ടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഫിഷിന്റെയും ഷ്രിമ്പിന്റെയും ഒക്കെ ഹെൽത്തിനെ ബെനിഫിറ്റ് ചെയ്യുന്നു. ഓക്കെ, അവരുടെ ഇമ്മ്യൂണിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെന്റൽ ക്വാളിറ്റിയെ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ അക്വാകൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോബയോട്ടിക്സിന്റെ രണ്ട് ടൈപ്പുകളാണ് ഗട്ട് പ്രോബയോട്ടിക്സും വാട്ടർ പ്രോബയോട്ടിക്സും. അപ്പൊ ഗട്ട് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിനുള്ളില് കോളനൈസ് ചെയ്തുകൊണ്ട് ഡൈജഷനും ഇമ്മ്യൂണിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ എന്ത് പറയുന്നത്? ഗട്ട് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇനി വാട്ടർ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷോ ഷ്രിമ്പോ ഒക്കെ ജീവിക്കുന്ന എൻവയോൺമെന്റ് ആയിട്ടുള്ള വാട്ടറില് അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റത്തില് എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്തുകൊണ്ട് വാട്ടർ ക്വാളിറ്റീനെ അല്ലെങ്കിൽ അവരുടെ ഒരു എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് വാട്ടർ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇവ രണ്ട് ടൈപ്പാണ്, ഗട്ട് പ്രോബയോട്ടിക്സും വാട്ടർ പ്രോബയോട്ടിക്സ്. ഇനി അടുത്ത് ഒരു ഓർഗാനിസം അത് പ്രോബയോട്ടിക് ആകണമെങ്കിൽ അത് കുറച്ച് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യണം, ഷോ ചെയ്യണം. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, റെക്കഗ്നൈസ് ദ സേഫ് ഫോർ കൺസംഷൻ. അതായത് ഇത് ഫിഷ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷ്രിമ്പ് ഇത് കഴിക്കുകയാണെങ്കിൽ അത് ഈ മൈക്രോ ഓർഗാനിസം അവരെ അഫക്റ്റ് ചെയ്യരുത്, പകരം എന്ത് ചെയ്യണം, അവരെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് വേണം കൊടുക്കാൻ. അപ്പോൾ സേഫ് ഫോർ കൺസംഷൻ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബയോട്ടിക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫിഷിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഈ ഒരു പ്രോബയോട്ടിക് കഴിച്ച ഫിഷ് അല്ലെങ്കിൽ അതിനോട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഫിഷിനെ മനുഷ്യർ കഴിക്കുമ്പോൾ മനുഷ്യർക്ക് എന്ത് വരാൻ പാടില്ല, ഈ പ്രോബയോട്ടിക് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത്, സേഫ് എന്ന് പറയുന്നത്, അല്ലെ? സേഫ് ആയിരിക്കണം. അപ്പൊ പ്രോബയോട്ടിക് ആവണമെങ്കിൽ, ഒരു ഗുഡ് പ്രോബയോട്ടിക് ആവണമെങ്കിൽ അത് എന്തായിരിക്കണം, കൺസംഷൻ സേഫ് ആയിരിക്കണം. സപ്പോർട്ട് ഗട്ട് ഹെൽത്ത് എഫക്റ്റീവ്ലി എക്സ്പെഷ്യലി ഡ്യൂറിങ് സ്ട്രെസ്ഫുൾ കണ്ടീഷൻ. അപ്പൊ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ വരുന്ന സമയത്ത് ഗട്ട് ഹെൽത്തിനെ എന്ത് ചെയ്യണം, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ക്യാരക്ടർ പ്രോബയോട്ടിക്സ് ഷോ ചെയ്യണം. അടുത്തൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഡെമോൺസ്ട്രേറ്റ് സ്റ്റെബിലിറ്റി. അതായത് ടെമ്പറേച്ചർ കൂടിയാലോ അല്ലെങ്കിൽ സ്റ്റോറേജ് പീരീഡ് കൂടിയാലോ ഈ ഒരു പ്രോബയോട്ടിക് എന്ത് ചെയ്യാൻ പാടില്ല, നശിച്ചു പോകാനോ അല്ലെങ്കിൽ അവരുടെ എഫക്റ്റ് കുറയാനോ പാടില്ല. ഒരു സ്റ്റേബിൾ ആയിട്ട് ഇവർ എന്ത് ചെയ്യണം, നിൽക്കണം. ടെമ്പറേച്ചർ കൂടുന്ന അവസരത്തിൽ നശിച്ചു പോകുന്ന ജീവികൾ അല്ലെങ്കിൽ ഒരുപാട് കാലം നമുക്ക് അവരുടെ എഫക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഗുഡ് പ്രോബയോട്ടിക് അല്ല. അടുത്ത പോയിന്റ് ആണ് റിമൈൻ ജനറ്റിക്കലി അൺആൾട്ടേർഡ് ഡിസ്പൈറ്റ് എൻവയോൺമെന്റൽ ചേഞ്ചസ്. അപ്പോൾ എന്തെങ്കിലും എൻവയോൺമെന്റൽ ചേഞ്ചസ് വരികയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഫിഷിനെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അക്വാകൾച്ചർ നടത്തുന്ന സമയത്ത് എൻവയോൺമെന്റ് ഒരുപാട് രീതിയിൽ എഫക്ട് ചെയ്യും, അല്ലെ? ആ ഒരു എൻവയോൺമെന്റിന്റെ എഫക്റ്റ് കാരണം അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസിനെ എന്താണ്, ചേഞ്ചസ് കാരണം പ്രോബയോട്ടിക്സിന് എന്ത് വരാൻ പാടില്ല, മ്യൂട്ടേഷനോ മറ്റോ വരാൻ പാടില്ല. അങ്ങനെ മ്യൂട്ടേഷൻ വന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ഉള്ള ഒരു ഉദ്ദേശത്തോടെ ഉപയോഗിക്കുന്ന പ്രോബയോട്ടിക് നെഗറ്റീവ് എഫക്റ്റിലേക്ക് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു അവർക്ക് വലിയ രീതിയിലുള്ള ജനറ്റിക് ഓൾട്ടറേഷൻ ഒന്നും വരാത്ത രീതിയിലുള്ള ഓർഗാനിസംസ് ആയിരിക്കണം. ദെൻ ഓഫർ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ്. അപ്പോൾ ഒറ്റ ബെനിഫിറ്റ് അല്ല, ഒരു കൂട്ടം ബെനിഫിറ്റ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ്? ഇൻക്ലൂഡിങ് എൻഹാൻസിങ് ന്യൂട്രീഷണൽ അപ്ടേക്ക്. ന്യൂട്രീഷണൽ അപ്ടേക്ക് കൂട്ടുക, ഇംപ്രൂവിങ്
ഫീഡ് എഫിഷ്യൻസി കൂട്ടുക, എന്താണ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഒരു വൈഡ് റേഞ്ച് ഓഫ് പാത്തോജനെ ഇവർ എന്ത് ചെയ്യുക, ചെറുത്ത് നിൽക്കണം അല്ലെ, കോമ്പേറ്റിംഗ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് പാത്തോജൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ആൾക്കാരാവണം എന്ത് പ്രോബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ എന്താവണം, കോസ്റ്റ് എഫക്റ്റീവ് ആവണം അല്ലെ. നമുക്ക് എപ്പോഴും സസ്റ്റൈനബിൾ അക്വാകൾച്ചർ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കോസ്റ്റ് എന്തായിരിക്കണം, എപ്പോഴും കുറഞ്ഞിരിക്കണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അക്വാകൾച്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, അതുപോലെ പൊട്ടന്റ് ആയിരിക്കണം, അതായത് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവണം അല്ലെ. അതുപോലെ റെഡിലി അക്സസിബിൾ ആയിരിക്കണം, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് റയർ ആയിട്ട് കിട്ടുന്ന ആൾക്കാർ നമുക്ക് പ്രോബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. റെഡിലി അക്സസിബിൾ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഒരു ലാർജ് സ്കെയിൽ അക്വാകൾച്ചർ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, എങ്ങനെയാണ് ഈ പ്രോബയോട്ടിക്സ് വർക്ക് ചെയ്യുന്നതെന്നാണ്. പ്രോബയോട്ടിക്സ് എങ്ങനെയാണ് അക്വാകൾച്ചർ സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കോമ്പീറ്റ് വിത്ത് ഹാംഫുൾ ബാക്ടീരിയ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലുള്ള ഹാംഫുൾ ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മുടെ ഫിഷിനെ ബാധിക്കുന്ന ഹാംഫുൾ ബാക്ടീരിയയെ എന്ത് ചെയ്യുന്നു, അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു. ആൻഡ് കീപ്പിംഗ് ദം ഫ്രം ടേക്കിംഗ് ഓവർ, അതായത് ആ ഒരു ഹാംഫുൾ ബാക്ടീരിയ നമ്മുടെ ഫിഷിന്റെ മേലെ എന്താ ആധിപത്യം സ്ഥാപിക്കാൻ സമ്മതിക്കാതെ എന്ത് ചെയ്യുന്നു, അവയെ എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ എന്താണ് ഹെൽപ്പ് ഡൈജഷൻ ബൈ പ്രൊഡ്യൂസിങ് സ്പെഷ്യൽ എൻസൈംസ്, അതായത് ഫിഷിന്റെ ഗട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് ഡൈജസ്റ്റീവ് എൻസൈംസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ഡൈജഷൻ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ അസിസ്റ്റ് ഇൻ അബ്സോർബിങ് ഡിസോൾഡ് ഓർഗാനിക് മെറ്റീരിയൽ, അപ്പൊ ഡിസോൾഡ് ഓർഗാനിക് മെറ്റീരിയൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഗ്രോ ചെയ്യുന്ന, അതായത് നാച്ചുറൽ ആന്റിബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയുടെ ഗ്രോത്തിന് എന്ത് ചെയ്യുന്നു, ഇവര് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ ഒരു മെക്കാനിസം വഴിയാണ് പ്രോബയോട്ടിക്സ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇനി മറ്റുള്ള വേസ് എന്താന്ന് ചോദിച്ചാൽ, ഇതിപ്പോ ഫിഷിൽ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ആക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അല്ലാതെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഗിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഹാർംഫുൾ ബ്ലൂമിന്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ആൽഗൽ ബ്ലൂം ഒക്കെ ഉണ്ടായാൽ എന്ത് പറ്റും, നമ്മുടെ വാട്ടറിലുള്ള ഓക്സിജന്റെ അളവ് കുറയുമല്ലേ. അപ്പൊ ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിഷിനെ സ്ട്രെസ്ഫുൾ ആണ്. സോ അങ്ങനെയുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ആൽഗയുടെ ബ്ലൂംസ് അല്ലെങ്കിൽ ഓവർ ഗ്രോത്ത് ഓഫ് ആൽഗ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ വെള്ളത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ ഒരു രീതികളിലാണ്, ഈ ടൈപ്പ് ഓഫ് എന്താണ് വേസിലാണ് പ്രോബയോട്ടിക്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, ഹാർംഫുൾ ബാക്ടീരിയ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു, ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നു ബൈ പ്രൊഡ്യൂസിങ് സ്പെഷ്യൽ എൻസൈംസ്, അതുപോലെ എന്താണ് ഡിസോൾഡ് ഓർഗാനിക് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യുന്നു, ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നതിനെതിരെ നാച്ചുറൽ ആന്റിബയോട്ടിക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ ഇനി പോണ്ട് എക്കോസിസ്റ്റത്തിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അവര്, ആൽഗൽ ഗ്രോത്തിനെ, അൺവാണ്ടഡ് ആയിട്ടുള്ള ആൽഗൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അൺപ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇനി മെയിൻ ആയിട്ട് നമുക്ക് പ്രോബയോട്ടിക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ഫോമിലാണ്. ഒന്നാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫോം, രണ്ടാമത്തെ ഫോം ലിക്വിഡ് ഫോം ആണ്. ഇപ്പൊ ഡ്രൈ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പാക്കറ്റിൽ കിട്ടും അല്ലെ, പാക്കറ്റിൽ ഒരു മിക്സ് ആയിട്ട് കിട്ടും. അതായത് അനിമൽ ഫീഡ്, നമ്മളെ ഫിഷിന്റെ ഫീഡും ഈ പ്രോബയോട്ടിക്കും തമ്മിൽ ഒരു മിക്സ് ആയിട്ട് ഒരു പാക്കറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അനിമൽ ഫീഡുമായിട്ടോ അല്ലെങ്കിൽ വെള്ളവുമായിട്ടോ മിക്സ് ചെയ്യണം. ഐ എം സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് പാക്കറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു എന്താണ് ഡ്രൈ ഫോം ഓഫ് പ്രോബയോട്ടിക്കിനെ ഒന്നുകിൽ നമ്മൾ ഫീഡുമായിട്ട് മിക്സ് ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോണ്ട് എക്കോസിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്, പാക്കറ്റ് ഫോമിൽ നമുക്ക് പ്രോബയോട്ടിക് ആണ് കിട്ടുന്നത്, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അനിമൽ ഫീഡുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ആ രണ്ട് രീതിയിലാണ് ഡ്രൈ ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണ്ട, എന്ത് ചെയ്യാം, ഓൺ സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൺ സൈറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ബ്രൂവിംഗ് എന്ന് പറയുന്നത്. ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ
വാം ടെമ്പറേച്ചർ, അതായത് 27 ഡിഗ്രി സെൽഷ്യസ് ടു 32 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് എയർ സർക്കുലേഷൻ കൊടുത്തിട്ട് ഒരു 16 മുതൽ 18 മണിക്കൂർ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്നുകിൽ എന്താണ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അനിമൽ ഫീഡിൽ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രൂവിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, വാം ടെമ്പറേച്ചർ ആയിരിക്കണം അല്ലെ, 27 ഡിഗ്രി സെൽഷ്യസ് ടു 32 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ 16 മുതൽ 18 മണിക്കൂർ കണ്ടിന്യൂസ് എയർ സർക്കുലേഷൻ കൊടുത്തിട്ട് ഇതിനെ നമ്മൾ കുതിർത്തെടുക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഡ്രൈ ഫോം നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ അനിമൽ ഫീഡിൽ മിക്സ് ചെയ്തെടുക്കുന്നു. Then, for fish ponds using semi-intensive method, it's crucial to provide plenty of aeration during brewing. അപ്പൊ നമ്മൾ സെമി ഇന്റൻസീവ് മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിഷ് പോണ്ട് അല്ലെങ്കിൽ സെമി ഇന്റൻസീവ് അക്വാകൾച്ചർ മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ഡ്രൈ ഫോം ഓഫ് എന്ത് പ്രോബയോട്ടിക് യൂസ് ചെയ്യുന്നതെങ്കിൽ എയറേഷൻ എന്ത് കൊടുക്കണം, കൂടുതൽ കൊടുക്കണം. എയറേഷൻ കുറച്ച് കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഈസ് ലിക്വിഡ് ഫോം. ലിക്വിഡ് ഫോം എങ്ങനെയാണ്, എലൈവ് ആയിട്ട്, അതായത് ആ ഒരു ഓർഗാനിസം എലൈവ് ആയിട്ട് വരും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് റെഡി ടു യൂസ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന ഫോമിനെയാണ് ലിക്വിഡ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹാച്ചറി ടാങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫീഡുമായിട്ട് മിക്സ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. മറ്റേ നമ്മൾ ഡ്രൈ ഫോം എന്ത് ചെയ്യണം, വെള്ളത്തിൽ കുതിർത്ത് ഡ്രൂ ചെയ്തൊക്കെ എടുക്കണം അല്ലെ, എയറേഷൻ ഒക്കെ കൊടുത്ത് എടുക്കണം. അതായത് ആ ഒരു ഡ്രൈ ഫോമിൽ ഇരിക്കുന്ന ഓർഗാനിസമിനെ നമ്മൾ ആക്റ്റീവ് ഫോമിലേക്ക് കൊണ്ടുവരണം. പക്ഷെ ലിക്വിഡ് ഫോം എങ്ങനെയാണ്, അവര് ഓൾറെഡി എന്താണ് എലൈവ് ആയിട്ടിരിക്കും. പക്ഷെ എല്ലാ പേരും എലൈവ് ആയിട്ടിരിക്കില്ല, കുറച്ച് ആൾക്കാർ മാത്രം എലൈവ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഈ എലൈവ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്കിയുള്ള ഓർഗാനിസംസ് എന്തായിക്കോളും, ആക്റ്റീവായി വന്നുകൊള്ളും. ദെൻ ലിക്വിഡ് പ്രോബയോട്ടിക്സ് എന്താണ് കൂടുതൽ എന്താണ് ഫാസ്റ്റർ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പോഴും എങ്ങനെയാണ്, ആക്റ്റീവ് ഫോംസ് ആയിട്ടുള്ള ലിക്വിഡ് ഫോംസ് യൂസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ ഡ്രൈ ഫോം നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ലിക്വിഡ് ഫോം നമുക്ക് റെഡി ടു യൂസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ഷോർട്ടർ ടൈമിൽ തന്നെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നത് ലിക്വിഡ് ഫോംസ് ആണ്. ദെൻ അടുത്ത് മെക്കാനിസം ഓഫ് ആക്ഷൻ, അതായത് വേറൊന്നുമല്ല, ഈ ഒരു പ്രോബയോട്ടിക്, അതായത് നമുക്കറിയാം മൈക്രോ ഓർഗാനിസംസ് ആണ്, ഇവരെങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ. അതായത് പ്രോബയോട്ടിക്സ് നമ്മുടെ ഫിഷിന്റെ ഗട്ട് മ്യൂക്കോസയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റി പിടിച്ചിരിക്കുന്നു അല്ലെ. അഡീഷൻ സൈറ്റ്സ് ഉണ്ട്, ചില സൈറ്റുകളുണ്ട്, അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു, ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു. ആൻഡ് മറ്റുള്ള പാത്തോജന്റെ അറ്റാച്ച്മെന്റിന് എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യും. അതായത് വെള്ളത്തിലൂടെ വരുന്ന ആൾക്കാരാണല്ലോ വിബ്രിയോ പോലുള്ള എന്ത് ബാക്ടീരിയ. അപ്പൊ ഇങ്ങനെയുള്ള ബാക്ടീരിയകളെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ മൈക്രോ ഓർഗാനിസം വന്നിട്ട് തടയുന്നുണ്ട്. എന്താ വൈബ്രിയോ പോലുള്ള ആൾക്കാർ ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസുകളിൽ, ഗട്ടിന്റെ മ്യൂക്കോസൽ ഏരിയാസിൽ ആര് വന്നിരിക്കും, പ്രോബയോട്ടിക്സ് വന്നിരിക്കും. അപ്പൊ മറ്റുള്ള ബാക്ടീരിയക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ള പാത്തോജൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ നടത്തുന്നത്. ഓക്കെ. ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് പ്രൊഡക്ഷൻ ഓഫ് ആന്റി മൈക്രോബിയൽ കോമ്പൗണ്ട്സ്. അതായത് മൈക്രോബ്സിന് എതിരായിട്ടുള്ള കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പ്രോബയോട്ടിക്സ് ആയിട്ട് യൂസ് ചെയ്താൽ അവരെന്ത് ചെയ്യും, ബാക്ടീരിയക്കെതിരെ ബാക്ടീരിയോസിൻസ് എന്ന് പറയുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഒരു ടോക്സിൻ കാരണം മറ്റുള്ള ബാക്ടീരിയക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓർഗാനിക് ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് ലോ പി എച്ചിലുള്ള ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ലോ പി എച്ചിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള പാത്തോജൻസിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, പാത്തോജനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു രീതിയിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു രീതിയാണ് എൻസൈമാറ്റിക് കോൺട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്ത് ചെയ്യും, ചില ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇവരുടെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യുന്നു, നമ്മൾ കഴിഞ്ഞൊരു സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രോബയോട്ടിക്സ് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം എന്താണ്, ഡൈജസ്റ്റീവ് എൻസൈം ആണ് പ്രോട്ടിയേസസ്. അതായത് പ്രോട്ടീന്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ള
എൻസൈം. അതുപോലെ അമൈലേസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ളത്. ദെൻ ലിപ്പേസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫാറ്റ് ഡൈജഷൻ ഉള്ളത്. ദെൻ ഇമ്മ്യൂണോ മോഡുലേഷൻ. ഇനി നാലാമത്തെ ഒരു മെക്കാനിസം ആണ് ഇമ്മ്യൂണോ മോഡുലേഷൻ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ആക്റ്റീവ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യും. അതായത് ഫിഷിലുള്ള എന്താണ് മാക്രോഫേജസ് അല്ലെങ്കിൽ ന്യൂട്രോഫിൽസ് പോലുള്ള ആക്റ്റീവ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, നമ്മളെ പ്രോബയോട്ടിക്സിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അവരുടെ മാക്രോഫേജസിന്റെയും ന്യൂട്രോഫിൽസിന്റെയും ഒക്കെ അളവ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഒറിജിനൽ ആയിട്ടുള്ള പാത്തോജൻ വരുമ്പോൾ എന്ത് പറ്റും, ഇവര് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ അവരെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആകും. ദെൻ ലൈസോസൈം ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ കോംപ്ലിമെന്റ് സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ഇമ്മ്യൂണോളജിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. കോംപ്ലിമെന്റ് സിസ്റ്റം, ഫാഗോസൈറ്റോസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പ്രോബയോട്ടിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ കോമൺ ആയിട്ടുള്ള പ്രോബയോട്ടിക് ജനറ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ എന്തൊക്കെ വരും? ഈസ്റ്റ് വരാം, അതുപോലെ ബാക്ടീരിയകൾ വരാം അല്ലെ. ഇപ്പൊ അതിൽ ഏതൊക്കെയാണ് ബാക്ടീരിയ എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വരുന്ന ജീനസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാസിലസ് വരുന്നുണ്ട്, അതുപോലെ ലാക്ടോ ബാസിലസ്, സ്യൂഡോമോണ, അതുപോലെ ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗസിൽ ഏതാണ് വരുന്നത്, സെക്കാരോമൈസിസ് ആണ് വരുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഈസ്റ്റിന്റെ പിക്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇവരൊക്കെ എന്താണ്, പ്രോബയോട്ടിക് ആയിട്ടുള്ള ജനറയിൽ വരുന്ന ആൾക്കാരാണ്. ദെൻ ഒരു മൈക്രോ ആൽഗ, അതേതാണ് ടെട്രാസെൽമിസ് സ്യൂസിക്ക എന്ന് പറയുന്ന ഒരു എന്താണ് മൈക്രോ ആൽഗ ഉണ്ട്. അവരും പ്രോബയോട്ടിക് ആയിട്ട് നമ്മൾ അക്വാകൾച്ചറിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് എന്താണ് മറ്റുള്ള ബാക്ടീരിയ ആണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻഡറോകോക്കസ് ജീനസ്, ദെൻ ബാസിലസ്, ആൾട്ടറോമോണാസ്, എറോമോണാസ്, സ്യൂഡോമോണാസ്, അതുപോലെ വിബ്രിയോ ഫ്ലൂവിയാലിസ്. ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ പ്രോബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ബാക്ടീരിയകളാണ്. ദെൻ ഇനി ഒരു കോൺസെപ്റ്റ് മാപ്പ് പോലെ തന്നിട്ടുള്ളതാണ്. അതായത് പ്രോബയോട്ടിക് കൊടുത്തിട്ടുള്ള ഫിഷിനെയാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ളത്. അവർക്ക് എന്തൊക്കെ എന്താണ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ഡിസീസ് കൺട്രോൾ, അതായത് ഡിസീസിനോടുള്ള പ്രിവെൻഷൻ ഉണ്ട്. അതുപോലെ അവരുടെ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആക്റ്റീവ് ആണ് അല്ലെ, അപ്പൊ അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അവരുടെ ഡൈജഷൻ ഒക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ടാകും, ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ആയിട്ടുണ്ടാകും. അവരുടെ ന്യൂട്രിയൻസ് ഒക്കെ അവർക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവും. അതുപോലെ അവർ താമസിക്കുന്ന വാട്ടർ ക്വാളിറ്റി എന്തായിരിക്കും, ഇംപ്രൂവ്ഡ് ആയിരിക്കും. അതായത് നമ്മുടെ പ്രോബയോട്ടിക് അവരുടെ വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ റീപ്രൊഡക്ഷനും എന്താണ് നല്ല രീതിയിൽ നടക്കും. എന്തുകൊണ്ട്, അവരുടെ സ്ട്രെസ്സിലൊന്നും അല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും. അപ്പൊ പ്രൊബയോട്ടിക് ഉള്ള ഫിഷ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പ്രൊബയോട്ടിക് ഇല്ലാത്ത ഫിഷിന് എന്താണ്, അവർക്ക് ഡിസീസ് കൺട്രോളിന്റെ കേപ്പബിലിറ്റി ഇല്ല. അതുപോലെ അവരുടെ ഗ്രോത്ത് കുറവായിരിക്കും, ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കില്ല, ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ് വീക്ക് ആയിരിക്കും. അതുപോലെ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്താലും അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി കുറവായിരിക്കും. അതുപോലെ വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് അല്ല, അതല്ലേ, അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റിയിൽ സ്ട്രെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അവരുടെ റീപ്രൊഡക്ഷൻ അതുപോലെ കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രോബയോട്ടിക്സിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്ത് നമുക്ക് പ്രീബയോട്ടിക്സ് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോബയോട്ടിക്കിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അതായത് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ്, മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെ. ഈ മൈക്രോ ഓർഗാനിസംസ് നിശ്ചിത അളവിൽ നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഫിഷിന് അല്ലെങ്കിൽ ഷ്രിമ്പിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഗട്ട് പ്രോബയോട്ടിക്സും ഉണ്ട്, വാട്ടർ പ്രോബയോട്ടിക്സും ഉണ്ട്. ഗട്ട് പ്രോബയോട്ടിക്സ് ഡയറക്റ്റ് ആയിട്ട് ഫിഷിന്റെ ഗട്ടിൽ വന്ന് കോളനൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഡൈജഷനും ഇമ്മ്യൂണിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നു. വാട്ടർ പ്രോബയോട്ടിക്സ് പോണ്ട് എക്കോസിസ്റ്റത്തിൽ ആക്ട് ചെയ്തുകൊണ്ട് വാട്ടർ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നു. ദെൻ ഐഡിയൽ ആയിട്ടുള്ള ഒരു എന്താണ് പ്രോബയോട്ടിക് ആവണമെങ്കിൽ എന്താണ് ഐഡിയൽ ആയിട്ടുള്ള പ്രോബയോട്ടിക് ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഡയറക്റ്റ് ആയിട്ട് ഫിഷിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആൽഗെ പോലുള്ള എന്താണ് ഹാർംഫുൾ ആൽഗൽ ബ്ലൂംസിന്റെ ഒക്കെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്, ഡ്രൈ ഫോം ഉണ്ട്, ലിക്വിഡ് ഫോം ഉണ്ട്. ഡ്രൈ ഫോമിനെ എങ്ങനെയാണ് നമ്മൾ ബ്രൂ ചെയ്ത്
എടുക്കുന്നത് ആക്റ്റീവ് ആക്കുന്നതെന്നും ലിക്വിഡ് ഫോം ഓൾറെഡി ആക്റ്റീവ് ആയിരിക്കും, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹാച്ചറിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മോർ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ളത് ലിക്വിഡ് ഫോം ആണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഏതൊക്കെ മെക്കാനിസം വഴിയാണ് ഇവർ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ, അതുപോലെ ആന്റി മൈക്രോബിയൽ കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇമ്മ്യൂണോ മോഡുലേഷൻ നടത്തുന്നു, അതായത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നു, അതുപോലെ ലൈസോസം കോംപ്ലിമെന്റ് സിസ്റ്റം ഫാഗോസൈറ്റോസിസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ നമ്മൾ കുറച്ച് കോമൺ ജനറ ഏതൊക്കെയാണ് പ്രോബയോട്ടിക് ജനറ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ നോക്കിയത് ആ ഒരു കോൺസെപ്റ്റ് മാപ്പാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രീബയോട്ടിക് എന്ന ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.